ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു ഗൈഡൻസ് ആണ്. അതുപോലെ തന്നെ ഫുൾ മൂൺ എനർജി നിങ്ങളെങ്ങനെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, എന്ത് ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്? നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സിൽ ഷെയറിങ് വന്നിട്ടുണ്ട്, ദ മാസ്റ്റർ കാർഡ് വന്നിട്ടുണ്ട്, കോംപ്രമൈസ് വന്നിട്ടുണ്ട്, ന്യൂ വിഷൻ, മൊമെൻറ്റ് ടു മൊമെൻറ്റ്. ബോട്ടം ഓഫ് ദ ഡെക്ക് പ്രൊജക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ എനർജിയിൽ ഇവിടെ ഫുൾ മൂൺ എനർജി, നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിട്ടുണ്ട്. ഇത് മൂൺ എനർജി നിങ്ങൾ എഫക്റ്റ് ചെയ്തത് കാണിച്ചു തരുന്നതാണ്. അതായത് മൂണുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആണ്. ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി, നിങ്ങൾ കൂടുതലായിട്ടും സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. അപ്പം ഈ മൂൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആണ്, ഫുൾ മൂൺ എനർജി എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഷെയറിങ് വരുമ്പം നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി, നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇത്. എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുക, എല്ലാം തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്കൊരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഐഡിയ വേണം, ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ ആരുടെടുത്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറാണ് ഇവിടെ ഷെയറിങ് എന്ന് പറഞ്ഞു ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജി കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് ക്ലാരിറ്റി എടുക്കാം. സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. ഷെയറിങ്ങിന് നമുക്ക് ക്ലാരിറ്റി ആയിട്ട് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പം ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ബാലൻസ് കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുന്നതിൻ്റെ റീസൺ നിങ്ങളുടെ ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മറ്റുള്ളവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് കൊണ്ടാണ്, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ഡിസിഷൻ എടുക്കുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഹീലിങ്ങും ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ക്യാരക്ടറിൽ നിങ്ങൾക്കൊരു കൺട്രോൾ വേണം. ഓക്കെ, മറ്റുള്ളവരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുക, അവർ സംസാരിക്കുന്നത് സ്വന്തം സമയം കളഞ്ഞ് കേട്ടിരിക്കുക, അവർക്ക് സൊല്യൂഷൻ കൊടുക്കുക. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്കും സൊല്യൂഷൻ വേണമായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളിലേക്കൊരു കോൺസെൻട്രേഷൻ കൊടുക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യുക, ഓർ ടൈം കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൊരു ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടമായിരിക്കും. ഇവിടെ മാസ്റ്റർ കാർഡിന് ക്ലാരിറ്റി നോക്കാം. അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെടുത്തെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, അതായത് ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ എക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ആരോടെങ്കിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു കാര്യത്തിന് നിങ്ങൾ സമയം കൊടുക്കുക. ആൻഡ് ആ ഒരു കാര്യം ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് സമയം കൊടുക്കുക. അപ്പം പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്. ടൈം നിങ്ങൾക്ക് വെറുതെ പോകുമെന്ന് തോന്നുന്നുണ്ട്, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്,
അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നെ സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ പരമാവധി എനർജി ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് ഹീൽ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ, പ്രെയർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകൾ മുടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ട്രോമ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മാറ്റുക. മീൻസ് നിങ്ങളതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെർച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ എഗെയിൻ മൂൺ കാർഡും വന്നിട്ടുണ്ട്, 8 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം മാസ്റ്റർ കാർഡിനാണ് നമ്മളിവിടെ ക്ലാരിറ്റി എടുത്തത്. അതിന് മുൻപേ ഇവിടെ ഷെയറിംഗ് കാർഡിനകത്ത് ഇപ്പം ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, ടൈം കളയാതിരിക്കുക. ഓക്കെ, അപ്പം മാസ്റ്റർ കാർഡിലേക്ക് പോവാം. അപ്പോൾ മാസ്റ്റർ കാർഡിൽ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുക്കേണ്ടി വരും. നൈറ്റ് ഓഫ് സോർട്സ് അതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും പെട്ടെന്ന് കയറി ഡിസിഷൻ എടുക്കാതിരിക്കുക, ചിന്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ എന്താണ് അടുത്തത് എന്നുള്ളത് ചിന്തിച്ചിട്ട്, ഫ്യൂച്ചറല്ല പറയുന്നത്, ആ ഒരു തീരുമാനം, നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണോ ആ തീരുമാനത്തിൻ്റെ അടുത്തത് എന്താണ് എന്നുള്ളത് ആലോചിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതൊക്കെ ചിന്തിച്ച് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക. 8 ഓഫ് സോർട്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ളതാണ്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് മൂൺ എനർജി നിങ്ങളെ എഫക്റ്റ് ആവുന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എനർജി ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, ആരുമില്ലാത്തൊരു തോന്നൽ, അങ്ങനത്തെ തോന്നൽ വരുന്നു, ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യണു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മൂൺ എനർജിയുടെ ഭാഗമായിട്ടാണ്. ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് ആണത്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുക. ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഡൗൺ എനർജി വരുമ്പം സ്വയം ചിന്തിക്കും, എനിക്ക് എന്താ ഇന്നിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ എന്ന് സ്വയം ചിന്തിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിവിടെ ഒരു ആൻസറുണ്ട്, ഫുൾ മൂൺ എനർജിയാണ്. സോ ആ ഒരു മൂൺ എനർജി നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോസ് എനർജി ആയിരിക്കും. അപ്പം ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് ഹാപ്പി ആവുക. മൂൺ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആൻസൈറ്റി, അഗെയിൻ കൺഫർമേഷൻ. ആൻസൈറ്റി നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങൾക്ക് ചില കാര്യത്തിനോട് പേടി ഉണ്ടാകും. ചിലതെല്ലാം നിങ്ങൾക്ക് ചില ആളുകളുടെ മുഖത്ത് നോക്കി ഓപ്പണായിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾക്കൊരു പേടി ഉണ്ടാകും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരതിനെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താക്കുക, അങ്ങനെയുള്ളൊരു ആൻസൈറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം മാറ്റി വെക്കുക. നിങ്ങൾക്ക് എന്താണോ തുറന്ന് പറയേണ്ടത് ആ കാര്യം നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുക. ഓക്കെ, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് വന്നേക്കുന്നത് നിങ്ങളിപ്പം ഈ ഒരു ഫുൾ മൂണിൽ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് സമർപ്പിക്കുമ്പം, ഇപ്പം ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പം ആ ആപ്ലിക്കേഷൻ ഫസ്റ്റ് പോകേണ്ട സ്ഥലത്ത് പോയി അവർ വെരിഫൈ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. അതുപോലെ ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള കാര്യം എന്താണോ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആഗ്രഹിച്ച് വെക്കുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ആക്ഷൻ എടുത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്. ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടാനുള്ളത് എഴുതി വെക്കുമോ, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് മെത്തേഡ് എന്തെങ്കിലുമൊക്കെ, വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷൻ ബോർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ കോംപ്രമൈസ് എന്നൊരു എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും ആയിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർഗീവ്നെസ് ആണ് പറയുന്നത്, ക്ഷമിക്കുക. ഓക്കെ, മേ ബി നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുമായിട്ട് ഇപ്പം വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ടായിരിക്കാം, ഓർ നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നമുള്ള, നിങ്ങളെ എന്താ പറയുക,
നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള, നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു നടന്നിട്ടുള്ള, നിങ്ങളെ ഒരു ഫുള്ളായിട്ടും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിന്നും ഒരു ദേഷ്യം മേടിച്ച്, വെറുപ്പ് മേടിച്ച് കൂട്ടിയിട്ടുള്ള ഒരാൾ. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. അതൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കോംപ്രമൈസിന് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഫോർഗീവ് ചെയ്യുക, മാപ്പ് കൊടുക്കുക. ഓക്കെ, എഗെയിൻ അവരെ തെറ്റ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതല്ല, അത് ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക, മാപ്പ് കൊടുക്കുക, ലെറ്റ് ഗോ ചെയ്യുക. ഇറ്റ്സ് ഓക്കെ. ക്ലാരിറ്റി വന്നിട്ടുള്ളത് 4 ഓഫ് കപ്സ് ആണ്. അപ്പം ഇവിടെ കോംപ്രമൈസിന് 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഇവിടെ ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇത് ഒരുപാട് സ്നേഹിക്കുന്ന, ഈ കപ്സ് എല്ലാം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളെടുത്തോട്ട് കടന്നു വരും എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് തിരിച്ചു വരുന്നതായിരിക്കാം. എഗെയിൻ അവർ പ്രപ്പോസ് ചെയ്ത് ആ സ്നേഹം കൊണ്ട് വരുന്നതായിരിക്കാം. അപ്പം നിങ്ങളുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തായാലും സൈലൻ്റ് ആയിരിക്കും. നിങ്ങൾ മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഈഗോ കാണിക്കും, അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശത്രുത അവരുടെ അടുത്ത് തോന്നാനുള്ള ചാൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ കോംപ്രമൈസ് എന്ന് പറഞ്ഞത്. കോംപ്രമൈസ് എന്ന് പറയുമ്പം എക്സ് വരുമ്പം ഒരിക്കലും നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അവരെ സ്വീകരിക്കുക എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ അനുഭവം വലുതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളൊരു വേദന എന്ന് പറയുന്നത്, സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം എന്താക്കുക, അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക. പക്ഷേ അവർക്ക് ക്ഷമ കൊടുക്കുക, മാപ്പ് കൊടുത്ത് വിട്ടേക്കുക. ഓക്കെ, ഇവിടെ ന്യൂ വിഷൻ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ക്ലാരിറ്റി നോക്കാം. ന്യൂ വിഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുണ്ടാവുക, നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവുക, ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പുതിയതായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ 5 ഓഫ് സോർട്സ് ആണ് ഇവിടെ ക്ലാരിറ്റി വന്നിട്ടുള്ളത്. ഇതൊരു ചീറ്റിംഗ് കാർഡാണ്. നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് പറയാം. സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങളെ ഇവിടെ ചതിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ന്യൂ വിഷനാണ്. നിങ്ങൾ പുതിയ കാഴ്ചപ്പാടിൽ അതിനെ കാണുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഓക്കെ ഫൈൻ, അതിനെ മുന്നോട്ടെടുത്ത് ആ ഒരു അനുഭവം വെച്ചായിരിക്കണം മുന്നോട്ട് ജീവിക്കേണ്ടത്. ഓൾറെഡി ഒരു അനുഭവം ഉണ്ട് എന്ന് കരുതി അതിലൊരു ഡിപ്രഷൻ അടിച്ചിരിക്കാനോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ആൻസൈറ്റി, അങ്ങനെയല്ല പറയുന്നത്. ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ക്രിയേറ്റിവിറ്റി, പുതിയതായിട്ട് വരിക. ഓക്കെ, പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരു എപ്പോഴും ഒരു സ്മൈലോടെ അതിനെ ജസ്റ്റ് സിമ്പിളായിട്ട് ഒഴിവാക്കി കളയുക. ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. ആ പാസ്റ്റ് വേണ്ട കാര്യമില്ല, അവിടെ അങ്ങനെ നടന്നു പോയി. സോ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ന്യൂ വിഷൻ ഉണ്ടാക്കുക. ഓക്കെ, പുതിയ കാഴ്ചപ്പാടാക്കുക. പല കാര്യത്തിലും, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, പല കാര്യത്തിലും ഇപ്പം നിങ്ങൾക്ക് ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നല്ലൊരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഇന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പുതിയ തരത്തിൽ ജേർണൽ എഴുതി വെക്കുന്നത്, അതുപോലെ തന്നെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു 1 മന്തും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പം ജനുവരി 1 മുതൽ 1 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനൊരു ഓർഡർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾ എടുത്ത് തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മൊമെൻറ്റ് ടു മൊമെൻറ്റിന് ക്ലാരിറ്റി നോക്കാം. ത്രീ ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നത്. ഇന്ന് പല കാര്യങ്ങളും എഴുതാൻ വിചാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, പലയിടത്തും പോകാനുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, മറ്റുള്ളവർക്ക് ചിലത് ചെയ്തു കൊടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്ക് നാളെ എന്ന് നീട്ടി വെക്കാതെ ഇന്ന് തന്നെ ചെയ്യുക. പിന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുമ്പം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പുറത്തോട്ട് പോകാൻ, അബ്രോഡ് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
അത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട്, മെസ്സേജ് ഓർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും കാണുന്നുണ്ട്. ചില ആളുകളുടെ എനർജി ആണത്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ്. അപ്പം മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ആണ്, അതിനെ വകവെക്കാതിരിക്കും നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. സോ എനർജറ്റിക് ആവും എന്നുള്ളതാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളതും ഭാഗ്യവുമാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു മൂൺ എനർജി വരുമ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗൺ ചെയ്ത് ഇരിക്കാനുള്ളൊരു എനർജി ആയിരിക്കും. ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല, ഭയങ്കര അലസത തോന്നുക, ഭയങ്കര മടി തോന്നുക, കിടന്നുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുക, അല്ലെങ്കിൽ ഇപ്പം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെടുത്ത് സംസാരിക്കാനൊരു മൂഡില്ല, ഒരു ഭയങ്കരമായിട്ടൊരു മൂഡ് ഓഫ് ആയിട്ട് നിങ്ങൾ ഇരിക്കണ ഒരു എനർജി. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം ആ എനർജിയെ മാറ്റാനാണ് പറയുന്നത്. കാരണം ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളെ ഇന്ന് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ അത് കിട്ടില്ല. അപ്പം ഇന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇന്ന് തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് പറയണത്. ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ ആരാണോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ അനാവശ്യമായിട്ട് ടൈം കളയരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അവർക്ക് ടൈം കൊടുക്കുക. അതായത് ഇപ്പോൾ കുറേ നേരം വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടാവും. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളിലേക്കൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ടൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മൂഡ് ഓഫ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊന്ന് ചിന്തിക്കുക. ജസ്റ്റ് ചിന്തിക്കുക, അപ്പോൾ തന്നെ ആക്ഷൻ എടുത്ത് തുടങ്ങുക. ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞെന്ന് നീട്ടി വെക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അത് നമ്മൾ പറഞ്ഞതുപോലെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുടക്കം മാത്രമായിരിക്കും. അതായത് ഇന്നിപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ അത് കണ്ടിന്യൂസ്ലി നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, മുടങ്ങിപ്പോവും, ചിലപ്പോൾ അത് സ്റ്റോപ്പായി പോവും. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നിങ്ങളുടെ പുതിയ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കൂ, പുതിയ ഐഡിയാസുകൾ കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് ജേണൽ എഴുതി വെക്കാം, പ്ലാൻ തയ്യാറാക്കാം, എന്തൊക്കെ ചെയ്യണം ഇന്നത്തെ ദിവസം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. ഓക്കെ, ടൈം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ എഴുതി വെക്കുമ്പം സമയം എവിടെ പോകുന്നു എന്നും സമയം എവിടെ കിട്ടും എന്നുള്ളതും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സൊല്യൂഷൻസ് എടുക്കുക, എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള സൊല്യൂഷൻസ് എടുക്കുക. ഓക്കെ, ഇനി സോഡിയാക് സൈൻ നോക്കാം. ലിയോ ആണ്. അക്വേറിയസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, പൈസീസ്, ഈ ഒരു സോഡിയാക് സൈനാണ് വന്നിട്ടുള്ളത്. ഈ സോഡിയാക് സൈനുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾക്കൊരു കാര്യം കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് ആക്ഷൻ എടുക്കാതിരിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ കാര്യത്തിലും വേണ്ടത് ആക്ഷനാണ്. ആക്ഷൻ എടുത്താൽ മാത്രമേ നമ്മൾക്ക് വരാനുള്ളത് നമ്മളിലേക്ക് വന്നു ചേരത്തുള്ളൂ. വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടോ ആക്ഷൻ എടുക്കാതെ, അതായത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ വെയിറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ഒരിക്കലും ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് എത്തിച്ചേരില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് തുടർന്നോളൂ എന്നുള്ളത് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ
റിലേഷൻഷിപ്പോ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ളൊരു ഉത്തരം എന്നാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. അപ്പം നല്ല പോസിറ്റീവായിട്ടാണ് നിങ്ങൾ അതിനെ എടുക്കുന്നത്, പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ളൊരു മോർണിംഗ് ഗൈഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട കാര്യവുമാണിത്. സോ നിങ്ങൾക്ക് റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.